അപകട സമയത്തെ CCTV ദൃശ്യങ്ങൾ അത്യന്തം ഹൃദയഭേദകമായ ഒരു കാഴ്ച. കളിക്കുന്നതിനിടെയാണ് കുട്ടിക്ക് ചെരുപ്പ് അവിടെ ആയിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഷമീർ തുടരുന്നുണ്ട്. ഷമീർ, കണ്ടു നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. തീർച്ചയായും നമ്മളത് ബ്ലർ ചെയ്തൊക്കെ കാണിക്കുന്നു എങ്കിൽ പോലും ആരും തന്നെ ആ കുട്ടി അങ്ങോട്ടേക്ക് പോകുന്നത് ശ്രദ്ധിക്കുന്നതുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. വളരെ ശ്രദ്ധയോടെയൊക്കെ അവൻ നടക്കുന്നുണ്ട് അവിടെ, പക്ഷേ കാൽ തെന്നി പോകുന്ന ഒരു സാഹചര്യം. ഈ CCTV ദൃശ്യങ്ങൾ ഏറെക്കുറെ അവിടെ സംഭവിച്ചത് എന്താണ് എന്നത് വളരെ കൃത്യമായി തന്നെ അങ്ങനെ ഒരു പിക്ചർ നമുക്ക് തരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ലക്ഷ്മി പത്മ, CCTV ദൃശ്യങ്ങളിലുള്ളത് ഈ സംഭവം നടക്കുന്നത് തന്നെ ഏതാണ്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ്. അതായത് ഈ കുട്ടി അവിടേക്ക് ഇറങ്ങി നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇറങ്ങി നടന്ന ശേഷം പെട്ടെന്ന് തന്നെ തെന്നി ആ കമ്പിക്ക്, വൈദ്യുതി കമ്പിക്ക് മുകളിലേക്ക് വീഴുന്നതും കാണാം. അത്യന്തം ദാരുണമായൊരു സംഭവം. ആ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോഴും താഴെ നിൽക്കുന്ന കുട്ടികളോ മറ്റാരോ ഇത് കാണുന്നില്ല. കുട്ടി ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ കുട്ടി അവിടെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട് കിടക്കുന്നതായിട്ടൊന്നും ആരും അറിഞ്ഞില്ല. പിന്നീട് കുറച്ചധികം സമയത്തിന് ശേഷമാണ് ഇത് അറിയാൻ കഴിഞ്ഞതും പിന്നീട് കൂടുതൽ ആളുകൾ ഓടിയെത്തുന്നതും ഈ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യുന്നടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തത്. എന്തായാലും അതിനുശേഷം ഈ കുട്ടിയെ ഇപ്പോൾ ശാസ്താംകോട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ അതുപോലെ ഉപജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനുമായി നടത്തിയ ചർച്ച ഇവിടെ പരാജയപ്പെട്ടു. സ്കൂൾ അധികൃതരെ പ്രതി ചേർക്കണമെന്ന് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടു. അത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. അതിൽ തൃപ്തി വരാതെ BJP പ്രവർത്തകർ ഇപ്പോൾ സ്കൂളിന് മുമ്പിൽ പ്രതിഷേധിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം PK ഗോപൻ അടക്കമുള്ള ആളുകൾ ഈ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാതെ ലഭിക്കുന്ന വിവരമനുസരിച്ച് KSEB ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് സ്കൂളിൽ നൽകിയിരുന്നു. അതായത് അപകടകരമായ രീതിയിലാണ് ഇത്തരത്തിൽ ഈ ഒരു ഷെഡ് ഉള്ളത്, അത് പൊളിച്ചു നീക്കണമെന്ന് KSEB പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് സ്ഥിരീകരിച്ച് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ജൂൺ മാസത്തിൽ അത്തരത്തിൽ അറിയിപ്പ് സ്കൂൾ അധികൃതർക്ക് KSEB നൽകിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ സ്ഥിരീകരിച്ച് നമുക്ക് നൽകേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ അത് സ്ഥിരീകരിക്കാനും കഴിയും. എന്തായാലും ഈ ഒരു സംഭവത്തിൽ വലിയ പ്രതിഷേധം സ്കൂളിന് മുമ്പിലുണ്ട്. ഒരു 8ാം ക്ലാസ് 5 ക്ലാസ് മുറികളാണ് ഈ അപകടം നടന്ന ഭാഗത്തുള്ളത്. ഈ 5 ക്ലാസ് മുറിയിൽ 8Bയിലെ ക്ലാസ് മുറിയിലാണ് ഇത്തരത്തിൽ പുറത്തേക്കുള്ള പലകകൾ ഇളകി മാറി കിടക്കുകയും ഈ കുട്ടികൾ ഡെസ്ക് അവിടെ ഇട്ട ശേഷം അതിന് മുകളിലേക്ക് കയറി അത്തരത്തിൽ ആ ചെരുപ്പ് എടുക്കുന്നതിൻ്റെ ഭാഗമായി അവിടേക്ക് നീങ്ങുന്ന വഴി പെട്ടെന്ന് കാല് സ്ലിപ്പ് ചെയ്ത് നേരെ ലൈനിന് പുറത്തേക്ക് വീഴുകയും ചെയ്തത്. ആ ദൃശ്യങ്ങൾ വലിയ ശ്രദ്ധക്കുറവ്, സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നു. കൊല്ലം തേവലക്കര എയ്ഡഡ് സ്കൂളിലാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മിഥുന് ഈ രീതിയിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. വലിയ പരിശോധനകൾ ആവശ്യമുണ്ട്. ഈ ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ അല്പസമയത്തിനകം തേവലക്കര എയ്ഡഡ് സ്കൂളിലേക്ക് എത്തിച്ചേരും.